ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം, ആ വചനം നമുക്ക് ചൈതന്യം തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്, കുടുംബജീവിതത്തിന് കെട്ടുറപ്പ് തരുന്നതാണ് ഈ ദൈവവചനം. അപ്പനും മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും എല്ലാം ചേർന്ന്, ഗ്രാൻഡ് പേരൻസും എല്ലാം ചേർന്ന് ഈ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ സമാധാനവും വലിയ ഐശ്വര്യവും എല്ലാം കിട്ടും. ഈ ഭൂമിയിൽ കുറേ സമ്പത്ത് കിട്ടുന്നതല്ല പ്രിയരെ യഥാർത്ഥ ഐശ്വര്യം. എന്താണ് നിങ്ങൾ ഒരു കുടുംബത്തിലെ ഐശ്വര്യം എന്ന് പറയുന്നത്? ആ കുടുംബത്തിലുള്ള സമാധാനമാണ്, ആ കുടുംബത്തിലുള്ള ഐക്യമാണ്, ആ കുടുംബത്തിൽ പരസ്പരമുള്ള സ്നേഹമാണ്. ഇതെങ്ങനെ കിട്ടും? യേശു വരുമ്പോൾ കിട്ടും, യേശുവിൻ്റെ വചനം വരുമ്പോൾ കിട്ടും, യേശുവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ കിട്ടും. നാം ചിന്തിച്ചു വന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഭൂമിയിലെ ഒരു മനുഷ്യന് സാധ്യമായ കാര്യമല്ല, പക്ഷേ ദൈവത്തിന് നിഷ്പ്രയാസം സാധ്യമായ ചില കാര്യങ്ങൾ. യെരിഹോ കോട്ട പിടിക്കാൻ ഇസ്രായേൽ ജനത്തിന് ദൈവം കൃപ നൽകി. എന്താണ്? യോശുവ മുഖാന്തരം നിത്യനായ ദൈവം പറഞ്ഞു, നിങ്ങൾ യെരിഹോ കോട്ട 6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റണം. ഒന്നും മിണ്ടണ്ട, മൗനമായി. പക്ഷെ 7-ാമത്തെ ദിവസം നിങ്ങൾ 7 പ്രാവശ്യം ചുറ്റണം. അതിനൊടുവിൽ കാഹളമൂതുവീൻ എന്ന് പറയുമ്പോൾ കാഹളമൂതണം, നിങ്ങളപ്പോൾ ആർപ്പിടണം. അങ്ങനെയാണ് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞു തന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ടു, അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. വലിയ മതിൽ, വീട് വെച്ച് പാർക്കുന്ന അത്രയും വലിപ്പമുള്ള വലിയ മതിൽ. കുന്തമില്ല, ആയുധമില്ല, പീരങ്കിയില്ല, ബോംബില്ല. അവർ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. കർത്താവിന് ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. ആർപ്പിട്ടപ്പോൾ മതിൽ വീണു, അനുസരിച്ചപ്പോൾ അത്ഭുതം നടന്നു. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമായി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. ചിലരൊക്കെ ചോദിക്കും, എന്തിനായി ഈ ചർച്ചിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ സഭായോഗത്തിന് വന്നിട്ട് ഇതിനകത്ത് ഒച്ചയ്ക്കുമുണ്ടെന്നത്? പയ്യെ പയ്യെ സ്തുതി 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 ഹല്ലേലൂയ അത് പയ്യെ പറഞ്ഞാൽ പോരെ? അതൊക്കെ മോനെ നിൻ്റെ ബുദ്ധിയാ. ദൈവവചനം പറയുന്നു, ആർപ്പിടുവീൻ, കരഘോഷത്തോടെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. പത്രോസും പൗലോസും ഒക്കെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അവർ ആർപ്പിട്ടു. കർത്താവിന് സ്തോത്രം. ആർപ്പിന് വലിയ വിലയുണ്ട് ദൈവസന്നിധിയിൽ. എത്ര ശബ്ദത്തിൽ പറഞ്ഞാലേ കർത്താവ് കേൾക്കുകയുള്ളൂ. അറയിൽ കിടന്ന് വാതിലടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കിയാലേ, അങ്ങനെയൊക്കെ വചനമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോനെ, നീ ദൈവത്തെ ചോദ്യം ചെയ്ത് നിൻ്റെ ആയുസ് കളയാമെന്നേ ഉള്ളൂ. നീ കൽപ്പന അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. ആർപ്പിടാൻ പറയുമ്പോൾ ആർപ്പിടണം. ഞാൻ ചോദിക്കട്ടെ, അർജൻറ്റീനയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരു വേൾഡ് കപ്പിന് കളിച്ചാൽ ഇവിടെ കേരളത്തിൻ്റെ മൂലയ്ക്കിരുന്ന ആളുകൾ ചാടി ആർപ്പിടും. അതിന് വല്ല ബ്ലഡ് റിലേഷൻ ഉണ്ടായിട്ടാണോ? ആ വിജയത്തിൻ്റെ അംശം ഇവർക്ക് കിട്ടിയിട്ടാണോ? അദ്ദേഹത്തിന് കിട്ടുന്ന പാരിതോഷികം ഇവിടെ വല്ലവർക്കും കിട്ടിയിട്ടാണോ? അല്ല, അല്ല. ഒരു ബഹുമാനം, ഒരു സ്നേഹം. ഇന്ത്യ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഇന്ത്യയുടെ ഇവിടെ ഏതെങ്കിലും തെരുക്കോണുകളിൽ ഇരിക്കുന്ന, ഗ്രാമങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇന്ത്യ ഏതെങ്കിലും ഒരു വിജയം നേടിക്കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ആർപ്പിടും, അവർ കൊടികൾ വീശും. യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്ക് ആർപ്പിടാൻ വകയുണ്ട്. അതുകൊണ്ട് അവർ ആർപ്പിടുന്നത്. എന്താ ആർപ്പ്? കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് വിജയം നേടി, ഗോളടിച്ചു. ഹല്ലേലൂയ. ഇത് കാണാൻ ആത്മാവിൻ്റെ കണ്ണു തുറന്ന് കിട്ടണം പ്രിയരെ. ആത്മീയ കണ്ണു തുറന്ന് കിട്ടിയാൽ നിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. ചിലർ പറയും, അനങ്ങരുത്, മയിൽക്കുട്ടി ഇരിക്കുന്ന പോലെ ഇരുന്നോളണം, കൈയൊന്നും അടിക്കരുത്, ശബ്ദം കേൾപ്പിക്കരുത്, ഇങ്ങനെ കല്ല് പോലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അങ്ങനെ തന്നെ എണിച്ചു പൊക്കോളണം. ദൈവത്തെ ആരാധിക്കുന്നത് അങ്ങനെയല്ല. ദാവീദിനത് അറിയാമായിരുന്നു. ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ എത്രയോ ആളുകൾ. അന്ന് മിരിയാം തപ്പ് കയ്യിലെടുത്ത് ചെങ്കടൽ കിടന്നപ്പോൾ, മോശയുടെ സഹോദരിയാണ്, എല്ലാവരും 600,000 ജനം നൃത്തം ചെയ്ത് മരുഭൂമിയിൽ ആരാധിച്ചു.
ആരാധനയെ ആക്ഷേപിക്കല്ലേ, ആരാധനയെ കുറ്റം പറയല്ലേ. മോനെ, നിൻ്റെ ഉള്ളിൽ ആരാധന വന്നാൽ നീ പുറമേയും ശബ്ദം കേൾപ്പിക്കും, പുറമേ ശരീരം ചലിക്കും. അതുകൊണ്ട് വെറുതെ പുറമെ ശരീരം ചലിപ്പിച്ചു എന്നുള്ളത് ദൈവം പ്രസാദിക്കുമെന്ന് ഞാൻ പറയുകയുമില്ല. എല്ലാ ഒച്ചയുള്ളിടത്തും ആത്മാവുണ്ടെന്നും ഞാൻ പറയുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ശരീരം ചിലപ്പോൾ ചലിക്കും, നിങ്ങളുടെ കൈയടിക്കും, ശക്തമായി കൈയടിക്കും, നിങ്ങൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയും, നിങ്ങൾ ചിലപ്പോൾ വിവിധ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കും. ഭാഷാവരം, 2 തരത്തിലുള്ള ഭാഷാവരങ്ങളുണ്ട്. ഒന്ന് ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു, വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഭാഷാവരങ്ങളുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്നത് വ്യാഖ്യാനിക്കേണ്ട, എന്നാൽ വ്യാഖ്യാനിക്കേണ്ട അന്യഭാഷയുണ്ട്. 2 തരത്തിലുള്ള അന്യഭാഷകളുണ്ട്. ഞാനത് പിന്നീട് വിശദമായിട്ട് ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാം. ആളുകൾ അന്യഭാഷ കേൾക്കുന്നു പറയുമ്പോഴേക്കും അവർക്ക് അലർജിയാണ്. മറുഭാഷ, അന്യഭാഷ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഇത് ദൂതന്മാരുടെ ഭാഷയാണ് മോനെ, സ്വർഗത്തിൻ്റെ ഭാഷയാണ്. അതേ കയറി തൊടല്ലേ. കർത്താവിന് സ്തോത്രം. നിനക്കറിവില്ലായിരിക്കുക. അന്യഭാഷ അത് കർത്താവ് തരുന്നതാണ്. ഹല്ലേലൂയ. സഭയിൽ എന്തിനാ അന്യഭാഷ പറയുന്നത്? സഭയിൽ വ്യാഖ്യാനം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് ഏത് അന്യഭാഷയാണ്? വ്യാഖ്യാനിക്കേണ്ട അന്യഭാഷയാണ് പറയാതിരിക്കേണ്ടത്. തനിക്ക് തന്നെ ആത്മീയവർത്തനം വരുത്തുന്ന, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന അന്യഭാഷ പറയാം. പ്രിയപ്പെട്ടവരെ, നാം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഒരുപക്ഷെ ഒരു മലയാളം വേദപുസ്തകമോ ഒരു ചെറിയ ഇംഗ്ലീഷ് വേദപുസ്തകമോ പഠിച്ച് അതുമാത്രം പഠിച്ച് വിധിക്കരുത്. ഈ പഴയ നിയമം എഴുതിയിരിക്കുന്നത് ഹീബ്രു ലാംഗ്വേജിലാണ്, അതിൻ്റെ ഒറിജിനൽ. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അതിൻ്റെ ഒറിജിനലിൽ ചെല്ലുമ്പോഴാണ് ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാകുന്നത്. ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ അന്യഭാഷയെക്കുറിച്ച്, അന്യഭാഷ ഉപയോഗിക്കാമോ, എങ്ങനെ ലഭിക്കും, അതിനെക്കുറിച്ചൊരു ബൈബിൾ ക്ലാസ് തന്നെ എടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോകട്ടെ പ്രിയരെ, ദൈവത്തെ അനുസരിക്കുക, ആർപ്പിടുക. ആർപ്പിടുമ്പോൾ ബന്ധനമഴിയും, കെട്ടുകൾ അഴിയും, ആരാധനയെങ്കിൽ ബാധകൾ ഒഴിയും, കോട്ടകൾ തകരും, ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയെങ്കിൽ മൺകുടമുടയും, തീകത്തിയിടും, ആരാധനയെങ്കിൽ. പാട്ടാണത്. അത് ശക്തമായി പാടും, പക്ഷെ ആരാധിക്കുകയില്ല. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി, ബന്ധിതരെല്ലാം മോചിതരായി. ആരാധിക്കുമ്പോഴാണ് ചിലരുടെ ബന്ധങ്ങൾ അഴിച്ചു പോകുന്നത്. നിങ്ങൾക്ക് അനുഭവമില്ലേ? ചില ദൈവദാസന്മാർ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവർ ദൈവസന്നിധിയിൽ ആർപ്പോടെ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ ഗീതങ്ങൾ, വിവിധ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അവരുടെ ചില ബന്ധനങ്ങൾ അഴിയുന്നത്, ചില ദൂതുകൾ വരുന്നത്, ചില പ്രവചനങ്ങൾ വരുന്നത്, ചില വാഗ്ദത്തങ്ങൾ വരുന്നത്. കാരണം അത് ദൈവീകമാണ്, ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതിയെ കയറി തൊടല്ലേ മോനെ. നിനക്ക് നിൻ്റെ ആത്മീയ ജീവിതം നീ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനും അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ നിങ്ങളെ ആരെയും ഉപദേശിക്കാൻ യോഗ്യനായിട്ടല്ല, പക്ഷേ അല്പം മനസ്സിലായതിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മോനെ, അനുഭവം വേണമെങ്കിൽ, നിൻ്റെ കുടുംബത്തിൽ ചില കെട്ടുകൾ അഴിയണമെങ്കിൽ, നിൻ്റെ മക്കളുടെ ചില ബന്ധനങ്ങൾ മാറണമെങ്കിൽ, നിൻ്റെ മുടങ്ങിക്കിടക്കുന്ന മക്കളുടെ വിവാഹം നടക്കണമെങ്കിൽ, മുടങ്ങിക്കിടക്കുന്ന ചില നന്മകൾ നിൻ്റെ കുടുംബത്തിൽ വരണമെങ്കിൽ, നീ ആത്മീയത്തെ ആർപ്പിടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കളിയാക്കുന്നത്, നിൻ്റെ ഉള്ളിൽ നിന്ദിക്കുന്നത് മാറ്റിക്കളഞ്ഞാലേ ആ ബന്ധനം മാറുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലരോടെല്ലാമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്ത് സംഭവിച്ചു? അങ്ങനെ വലിയ കോട്ട താഴെ വീണു. ഒരു വാളില്ല, ഒരു കുന്തമില്ല, ഒരു പരിചയമില്ല, ഒരു അമ്പില്ല, വില്ലില്ല, തോക്കില്ല, പീരങ്കിയില്ല, ബോംബില്ല. വിജയം ദൈവത്തിന്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതേ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവൻ്റെ ശക്തിയല്ല, അവൻ്റെ കഴിവല്ല. ജീവനുള്ള ദൈവം അവന് വേണ്ടി ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യം അവന് വേണ്ടി നിൽക്കും. അതാണ് ഒരു ദൈവത്തിൻ്റെ പദവി. വാസ്തവമായി ജീവനുള്ള ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, കൽപ്പനകളനുസരിച്ച്, കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്ന് ഈ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം 100% സത്യമെന്ന് വിശ്വസിക്കുകയും അതനുസരിക്കുകയും അത് പാലിക്കുകയും അതിന് പ്രകാരം ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്ക് ദൈവം നിർത്തും. കൂടെ ആരും കാണണമെന്നില്ല, സഹോദരങ്ങൾ കൂടെ കാണണമെന്നില്ല, അപ്പനും അമ്മയും കൂടെ കാണണമെന്നില്ല, ഒരുപാട് കൂട്ടായ്മക്കാർ വലിയ ബലത്തോടെ കൂടെ കാണണമെന്നില്ല. പ്രിയരെ, ഒറ്റയ്ക്ക് നിന്നാൽ മതി. ജീവനുള്ള ദൈവം അവൻ്റെ കൂടെ നിൽക്കും. യോശുവ ഒറ്റയ്ക്ക് നിന്നു. ജനം യോശുവ അനുസരിച്ചു. വിജയം കർത്താവ് കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ കീർത്തി ദേശത്തെല്ലായിടവും പരന്നു. ഓ
ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അസാധ്യമായതൊന്നുമില്ല പ്രിയരെ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഈ ഉറപ്പും ധൈര്യത്തോടെയാണ് പാവപ്പെട്ട ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആ വാക്കാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. എല്ലാവരും കൂടെ നിന്നിട്ടല്ല, എല്ലാവരും കൂടെ ആലോചന നിന്നിട്ടല്ല, എല്ലാവരും പറ്റിച്ചേർന്ന് നിന്നിട്ടല്ല. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ദൈവം സർവശക്തനാണ്. ആ ദൈവം എന്നെ നടത്തും, ആ ദൈവം വഴി നടത്തും, ആ ദൈവം ആലോചന തരും, ആ ദൈവം ദൂത് തരും, ആ ദൈവം ആവശ്യമെങ്കിൽ തൻ്റെ കൃപകളും കൃപാവരങ്ങളും എൻ്റെ മേൽ പകരും. ആവശ്യമെങ്കിൽ ജനത്തെ നടത്താനുള്ള എല്ലാ കൃപകളും കർത്താവ് എനിക്ക് തരും. കർത്താവിന് സ്തോത്രം. എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ഒരു യൗവനക്കാരൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാനും സാലിയുമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതമിളകി, ശക്തമായി ഭൂതമിളകി. അവൻ തല തന്നെത്താൻ കൈകൊണ്ട് ഇടിക്കുന്നു, ശക്തമായി അലറുന്നു, ആക്രോശിക്കുന്നു. അവനിലൂടെ തന്നെ ഭൂതം പറഞ്ഞു, ഞാൻ ഇവനെ കൊല്ലും, ഇവനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെല്ലാം പറഞ്ഞു. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും ശക്തമായി യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭൂതത്തോട് വിട്ടുപോകാൻ പറഞ്ഞു, ശക്തമായി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിവിധ ഭാഷകൾ കർത്താവിനെ ആരാധിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ദുഷ്ടപിശാച് അവനെ താഴെ ഇട്ടു. അവൻ ഞരങ്ങി മൂളി, ആ ഭൂതം അവനെ വിട്ടുപോയി. എന്താണ് അവന് സംഭവിച്ചെന്ന് പോലും അറിയാതെ പ്രിയപ്പെട്ടവരെ അവൻ കൈകൂപ്പിക്കൊണ്ട് നിന്നു. അതെ, ഭൂതങ്ങൾ മേൽ അധികാരം തരുന്നൊരു ദൈവമുണ്ട്. ഇത് അങ്ങാണ്ട് അപ്പോസ്തലന്മാർക്ക് മാത്രം വേണ്ടി എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ നിങ്ങൾക്ക് വിശ്വാസം കിട്ടാനാണ് ഇതെല്ലാം പറയുന്നത്. എന്നെ തന്നെ ഉയർത്താനോ നാളുകൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അസാധ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്നും കൃപാവരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പോലും ഈ ഭൂമിയിൽ ഇല്ല എന്ന് വിട്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരും വിശ്വാസികളെന്നാണ് പറയുന്നത്. മോനെ, പരിശുദ്ധാത്മാവ് പോയാൽ നീ ഒരു വിശ്വാസിയാകുകയില്ല. പരിശുദ്ധാത്മാവാണ് നിനക്ക് വിശ്വാസം തരുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നീ സത്യവിശ്വാസി ആകുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് ഇന്നുമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളയിടത്തെല്ലാം കൃപാവരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടോ അവിടെ ആത്മഫലമുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടോ അവിടെ വീര്യപ്രവൃത്തിയുണ്ട്. നടക്കും. മോനെ, നിനക്കില്ല എന്ന് ചോദിച്ചു നീ ഇവിടെ പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ചുരുക്കി കളയല്ലേ. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ലോകത്തിൽ ആർക്കും ഒതുക്കി വയ്ക്കാൻ കഴിയുന്ന ആത്മാവല്ല. ചിലർ പറയും ഞങ്ങളുടെ കൂട്ടായ്മയിലേ പരിശുദ്ധാത്മാവുള്ളൂ. അത് ഒന്നാമത്തെ പോഷ്കാണത്. പരിശുദ്ധാത്മാവ് സ്ഥലകാല പരിമിതികൾക്ക് അതീതമാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ബഹുമാനിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള വേല ചെയ്യുന്നവരെ ഞങ്ങൾ ആദരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും എണ്ണിക്കൂടാത്ത അസംഖ്യം ജനം കയ്യിൽ കുരുത്തോല പിടിച്ച് വെള്ളവസ്ത്രം ധരിച്ച് സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് ആർക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നടക്കും. അവിടെ ഡിനോമിനേഷൻ വ്യത്യാസമില്ല. രക്ഷിക്കപ്പെട്ട സഭ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് നീണ്ടുപോകുന്നല്ലോ, നിർത്താൻ ശ്രമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കൂ, വചനത്തിൽ വിശ്വസിക്കൂ, വചനമനുസരിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടും. ഇന്ന് പരാജയപ്പെട്ട് കിടക്കുന്നവരാരെങ്കിലും, നാളുകളായി പരാജയം മാത്രം, ബിസിനസ്സിൽ പരാജയം, ജീവിതത്തിൽ പരാജയം, കുടുംബജീവിതത്തിൽ പരാജയം, മക്കൾ പരാജയപ്പെട്ട് കിടക്കുന്നു, എല്ലാം പരാജയം, ആത്മീയത്തിൽ പരാജയം, പരാജയത്തിൻ്റെ ഒരു കൂമ്പാരമായി കിടക്കുന്നവരാരെങ്കിലും നീ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ വചനമനുസരിക്കൂ, ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കൂ, ദൈവത്തിൻ്റെ വചനപ്രകാരം മുന്നോട്ട് പോകൂ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വിനയപ്പെടൂ, എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എരിയോ കോട്ട തകർത്ത കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കിയ കർത്താവ് നിങ്ങളുടെ മുമ്പിലുള്ള അനേകം കോട്ടകളെ തകർക്കും. അത് രോഗത്തിൻ്റെ കോട്ടയായിരിക്കാം, അവിശ്വാസത്തിൻ്റെ കോട്ടയായിരിക്കാം, ചില കടബാധ്യത കോട്ടയായിരിക്കാം, ചില ശാപങ്ങളുടെ കോട്ടയായിരിക്കാം. ഏതെല്ലാം കോട്ടകളുണ്ടെങ്കിലും ദൈവം കോട്ടകളെ തകർത്ത് നിങ്ങൾക്ക് വിജയം തരും. നിശ്ചയമാണ്. വിശ്വസിക്കൂ, ആശ്രയിക്കൂ, വചനമനുസരിക്കൂ. ദൈവം നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം എന്നും വെളുപ്പിന് 4:30 എഴുന്നേറ്റ് 1 മണിക്കൂറിൽ കൂടുതൽ സമയം ഒരുമിച്ച് ഫോണിലൂടെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.